പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം വഴിയരികിൽ ഉപേക്ഷിച്ച 4 സംഘത്തിലെ 3 പേർ പോലീസിന്റെ പിടിയിലായി. തിരുവല്ല സ്വദേശികളായ രാഹുൽ, സുബിൻ, ദീപുമോൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ മണ്ണുത്തി സ്വദേശി ശരത്തിനെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസിലാണ് പോലീസ് നടപടി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് പായിപ്പാട്ട് നിന്നും തിരുവല്ലയിലേക്ക് വരികയായിരുന്ന ശരത്തിനെ കാർ തടഞ്ഞു നിർത്തിയ ശേഷം 4 സംഘം അതേ കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാത്രി മുഴുവൻ ശരത്തിനെ അവശനാക്കിയ ശേഷം ഗുണ്ടാസംഘം കവിയൂർ മാഗട്ടിക്കവലയിൽ റോഡിൽ ഉപേക്ഷിച്ചു. മർദ്ദനമേറ്റ ശരത്തിന്റെ കാറും അടിച്ചു തകർത്ത ശേഷമാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ച ശരത് ചികിത്സയിൽ തുടരുകയാണ്. മാന്താനം സ്വദേശി സേതുവിന്റെ ഉടമസ്ഥതയിലുള്ള JCBയുടെ ഡ്രൈവറാണ് ശരത്. ഗുണ്ടാസംഘത്തിന് സേതുവുമായി മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. ശരത് സേതുവുമായി ഒത്തുചേർന്ന് സംഘത്തിനെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. തിരുവല്ലയിലെ ശരത് 23 വയസ്സെന്നാളുടെ പരാതി പ്രകാരം, അതുപോലെ മനു ഗോപാലൻ എന്നാളുടെ പരാതി പ്രകാരവും പോലീസ് ഡ്രൈവറായ വിവേകിൻ്റെ പരാതി പ്രകാരമായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. 3 പ്രതികളെയും നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടികളിലൂടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 23-ാം തീയതിയാണ് നമ്മൾ FIR ഇടുന്നത്. 23-ാം തീയതി ഒരു 5 മണിയോടുകൂടി തന്നെ നമുക്ക് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കാപ്പ കേസിലെ പ്രതികളായ കൊയിലാണ്ടി രാഹുലും സുബിൻ അലക്സാണ്ടറും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. രാഹുൽ വിവിധ സ്റ്റേഷനുകളിലായി കഞ്ചാവ്, അടിപിടി, അക്രമം, വധശ്രമം ഉൾപ്പെടെ 16 കേസുകളിൽ പ്രതിയാണെന്ന് DYSP S. അഷാദ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.